ഒരു റബ്ബർ ബാൻഡോ ഹെയർ പിന്നോ ഒന്നും ഇല്ലാണ്ട് മുടി കിട്ടുന്ന സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരട്ടെ. ഇത് നമ്മളെ 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ ആയിരിക്കോട്ടെ. പ്രത്യേകിച്ചിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ അത് നമ്മളിങ്ങനെയെല്ലാം കെട്ടൽ. അതെന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുമ്പോൾ കുളിക്കണമല്ലോ. അപ്പോൾ തല കുളിച്ച് കഴിഞ്ഞാൽ തല ഉണങ്ങിയിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുടി പിടിച്ച് കെട്ടാനും കഴിയൂല. ഈ ഒരു ഹെയർ സ്റ്റൈലാകുമ്പം മുടി കെട്ടിയതിനോ എന്ന് ചോദിച്ചാൽ കെട്ടിയിട്ടും ഉണ്ട്, പക്ഷേ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് അയച്ചിട്ട പോലെ ഉണ്ടാവും. ഇതിൻ്റെ പേരാണ് ഇല്ലിട്ട് കെട്ടുക, അല്ലെങ്കിൽ ഇല്ലിട്ട് മടയുക എന്നും പറയും. അതിങ്ങനെ ചെറിയ ടൈപ്പായിട്ട് മടയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ സൈഡിലാണ് പകുപ്പ് എടുത്തിട്ടുള്ളത്. പകുപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പകുത്തെടുക്കുക. നമ്മൾ മുടി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമല്ലോ, പാർട്ടീഷൻ ചെയ്യുമല്ലോ, അതിനാണ് പകുപ്പ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ സൈഡിലാണ്, അതായത് ഇടത്ത് ഭാഗത്താണ് ഞാൻ എടുത്തത്. ഞാൻ പൊതുവേ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഈ നടുക്കേക്കൂടെ എടുക്കുന്ന ആളുമുണ്ട്, വലത്ത് ഭാഗത്ത് നിന്ന് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെ മംഗലത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം പോകുന്ന സമയത്ത് ഷാമ്പൂലിട്ട് മുടിയെല്ലാം പറപ്പിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഫുള്ളായിട്ട് ഇന്നത്തെ പോലെ മുടി അങ്ങനെ കഴിച്ചിട്ടിട്ട് പോവില്ല. അതിന് വീട്ടിൽ നിന്ന് കലമ്പ് കിട്ടും. മുടി ഇങ്ങനെ പറിച്ചിട്ടിട്ട് പോകുന്ന കണ്ണു ഉള്ളും മുടി ഫുൾ പൊരിഞ്ഞു പോകുന്നെല്ലാം പറഞ്ഞിട്ട് ഒരേ കലമ്പായിരിക്കും. അന്നേരം ഇങ്ങനെ കെട്ടലുണ്ടേ. അന്നേരം ഇങ്ങനെ മടയൂല. രണ്ട് സൈഡിൽ നിന്നും മുടിയെടുത്തിട്ട് ചെറിയ ടൈപ്പ് ഇറുക്കിയലുണ്ടല്ലോ, അതെടുത്തിട്ട് ഇറുക്കിയാടെ വെക്കും, അല്ലെങ്കിൽ സ്ലൈഡ് എടുത്തിട്ട് കുത്തും. അങ്ങനെ ഇല്ലിട്ട് കെട്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടാ. അങ്ങനെയുണ്ട്.